റോട്ടിലൂടെ പോകുന്ന ഡോക്ടറെ നോക്കിയിരിക്കുകയാണ് ഇടതുപക്ഷം. ദിവസങ്ങൾ മിന്നിമറയുന്നു. എന്താണ് സരിൻ റോട്ടിലേക്ക് ഇറങ്ങാത്ത? ഇടതുപക്ഷം വല വിരിച്ച് കാത്തി ഏറ്റെടുത്ത ആളുകൾ തന്നെയാണ് എന്നെ ഇപ്പൊ പഴി പറയുന്നത്. 8 കൊല്ലം കൊണ്ടു നടന്നവർ തന്നെയാണ്. കൊണ്ടു നടന്നത് നീയേ ചാപ്പ, കൊണ്ടുപോയി കൊല്ലിച്ചതും നീയേ എന്ന് പറഞ്ഞതുപോലെ അവർ തന്നെയാണ് എന്നെ ഇപ്പോൾ അധിക്ഷേപിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കെതിരെ നടത്തുന്ന അത്രയും വൃത്തികെട്ട ക്യാമ്പയിനുകൾ നടക്കുന്നുണ്ട്. സ്വരാജിനെ പറ്റി, ഇടതുപക്ഷത്തിന്റെ നിലമ്പൂരിലെ നിലപാടിനെ പറ്റിയൊക്കെ മനുഷ്യന്റെ മനസ്സിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന വിധം ഇവർ കുത്തി നിറയ്ക്കുന്നുണ്ട്. നമ്മൾ അതിനെ ഓരോ സ്ഥലത്തും കുത്തി പൊട്ടിക്കുന്നുണ്ട്. ഗുഡ് മോർണിംഗ്. നിലമ്പൂരാണ് എൻ്റെ കൂടെ ഉള്ളത്. പ്രത്യേകിച്ച് വിശേഷത്തിന്റെ ആവശ്യമൊന്നുമില്ല. ഡോക്ടർ സരിനാണ്. ഗുഡ് മോർണിംഗ് രാജേഷ്. ത്രികോണം ചതുഷ്കോണ മത്സരം വല്ലതും ഉണ്ടോ? അങ്ങനെയുള്ള വാക്കുകളൊക്കെ പറയുന്ന ചിലരെങ്കിലും. 2 കൂട്ടർ തമ്മിലുള്ള മത്സരമാണ്. അതൊന്ന് ശരിയുടെ കൂട്ടരും മറ്റൊന്ന് തെറ്റ് മാത്രം ഉൽപ്പാദിപ്പിക്കുന്ന കൂട്ടരുമാണ്. ശരിയുടെ പക്ഷം ഏതാണ് എന്നുള്ളത് ജനങ്ങൾക്ക് ബോധ്യം വന്നിട്ടുള്ളതാണ്. ജനങ്ങൾ 2 തവണ ആ ശരി വെച്ചതാണ്. നിലമ്പൂരാണെങ്കിലും കേരളത്തിലാണെങ്കിലും. തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള അനൗൺസ് ചെയ്യുന്നതിന് മുമ്പുള്ള കുറച്ച് ദിവസങ്ങൾക്ക് അനൗദ്യോഗികമായി UDF-ന്റെ ഓഫീസുകളിലും അല്ലെങ്കിൽ കോൺഗ്രസിന്റെ ഓഫീസുകളിലൊക്കെ പറഞ്ഞിരുന്നത് 32,000 എന്നൊരു കണക്കാണ്. നേരത്തെ എങ്ങനെയാണ് ആ കണക്ക് വന്നതെന്ന് എനിക്കറിയില്ല. രാജ് ഇറങ്ങിയതിന് ശേഷം, ലാൻഡ് ചെയ്തതിന് ശേഷം അങ്ങനെ ഒരു കണക്ക് കേൾക്കുന്നില്ല. ഇപ്പൊ എങ്ങനെയാണ് UDF-ന്റെ ഒരു അവസ്ഥ? ജനങ്ങൾ അറിഞ്ഞു നൽകുന്ന സമ്മതിയുടെ അർത്ഥമാണ് വോട്ട് എന്ന് പറയുന്നത്. സമ്മതമാണ്. എനിക്ക് ഇയാൾ സമ്മതമാണ് എന്നുള്ളതിന്റെ പേരാണ് സമ്മതി. അത് ദാനം ചെയ്യുന്ന അവകാശം. അതാണ് ഒരാളെ സംബന്ധിച്ചിടത്തോളം അവരുടെ വോട്ട് എന്ന് പറയുന്നത്. അതിനെ വില കുറച്ച് കാണാൻ ഒരിക്കലും LDF ഒരു കാലത്തും ശ്രമിച്ചിട്ടില്ല. മനുഷ്യരത് അറിഞ്ഞു നൽകും നിലമ്പൂരിലെ എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. കാരണം ഇവിടുത്തെ പ്രത്യേകമായ രാഷ്ട്രീയ സാഹചര്യം, ഇവിടെ എങ്ങനെയാണ് കേരളത്തിലെ ഭരണം 9 വർഷമായി ജനങ്ങളിലേക്ക് എത്തുന്നത് എന്നുള്ളതിന്റെ യഥാർത്ഥ ചിത്രം, ഒപ്പം നിലമ്പൂരുമായി ബന്ധപ്പെട്ട് ആര്യാടൻ യുഗം എന്ന് പറയപ്പെടുന്ന 10-30 കൊല്ലത്തെ ഈ നിലമ്പൂരിന്റെ അവസ്ഥ ശോചനീയമായിരുന്നത് എന്തായിരുന്നു എന്നും 9 കൊല്ലം കൊണ്ട് ഒരു ഇടതുപക്ഷത്തിനോട് ചേർന്ന് നിന്നൊരു ജനപ്രതിനിധിയിലൂടെ ഇടതുപക്ഷം ഇവിടെ കൊണ്ടുവന്ന മാറ്റങ്ങൾ എന്താണ് എന്നും ഈ ജനങ്ങൾക്ക് അറിയാം. ആ അനുഭവമുള്ള ജനങ്ങൾ കേരളത്തിൽ ഇടതുപക്ഷം തുടരണമെങ്കിൽ നിലമ്പൂരിൽ ഇടതുപക്ഷത്തിന്റെ ജയം അനിവാര്യമാണ് എന്ന് മനസ്സിലാക്കുന്നവർ കേവലം അടുത്ത 10 മാസത്തേക്കുള്ള ഒരു MLA അല്ല, പകരം അടുത്ത 5 വർഷം കൂടി, അതിനുശേഷം വരുന്ന 5 വർഷത്തേക്കും കൂടി കേരളത്തിൽ ഏത് തരത്തിലുള്ള മനോഭാവത്തിലുള്ള മനുഷ്യരാണ് നമ്മുടെ കാര്യങ്ങൾ നോക്കി നടത്തേണ്ടത് എന്നുള്ളതിന് കേരളത്തിന്റെ ആദ്യ മറുപടിയാണ് നിലമ്പൂരിലെ ഇലക്ഷൻ. ആ ഒരു ഉത്തരവാദിത്ത ബോധം നിലമ്പൂരിലെ വോട്ടർ നിർവഹിക്കുമെന്ന് UDF-ന് കൃത്യമായി മനസ്സിലായി. അവർ അജണ്ടകൾ പലതരത്തിൽ വഴിതിരിച്ചു വിടാനൊക്കെ ശ്രമിക്കുന്നുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ. അതൊക്കെ ജനങ്ങൾ തന്നെയാണ് അതിനെയൊക്കെ ചെറുത്ത് തോൽപ്പിക്കുന്നത്. നമുക്കിവിടെ വികസനം ചർച്ച ചെയ്യണം, ഇവിടെ രാഷ്ട്രീയം ചർച്ച ചെയ്യണം. അതിനും അപ്പുറം ഇവിടെ സാമുദായിക വിഷയങ്ങളും വർഗീയ വിഷയങ്ങളും കൊണ്ടൊക്കെ കളം പിടിക്കാമെന്ന് UDF നിലമ്പൂരിന്റെ ജനതയുടെ ഉത്തരവാദിത്ത ബോധത്തെ വില കുറച്ച് കാണുകയാണെങ്കിൽ അതിനൊക്കെയുള്ള വലിയ മറുപടി തന്നെയായിരിക്കും വോട്ടെടുപ്പ് എന്നാണ് എനിക്ക് തോന്നുന്നത്. വൃത്തികെട്ട ക്യാമ്പയിനുകൾ നടക്കുന്നുണ്ട്. സ്വരാജിനെ പറ്റി, ഇടതുപക്ഷത്തിന്റെ നിലമ്പൂരിലെ നിലപാടിനെ പറ്റിയൊക്കെ മനുഷ്യന്റെ മനസ്സിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന വിധം ഇവർ കുത്തി നിറയ്ക്കുന്നുണ്ട്. നമ്മൾ അതിനെ ഓരോ സ്ഥലത്തും കുത്തി പൊട്ടിക്കുന്നുണ്ട്. പ്രാദേശിക വിഷയങ്ങൾ ചർച്ചയിലേക്ക് കൊണ്ടുവരാൻ തന്നെയാണ് LDF ആഗ്രഹിക്കുന്നത്. പ്രദേശങ്ങളുടെ വികസനങ്ങൾ ചേർന്ന് എങ്ങനെയാണ് ഒരു നാടിന്റെ വികസനമാകുന്നത്, ഒരു സംസ്ഥാനം എങ്ങനെയാണ് 10-25 കൊല്ലത്തേക്കുള്ള ഒരു റോഡ് മാപ്പ് ഉണ്ടാക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ മുന്നോട്ട് പോകാനുള്ള പാത ഉണ്ടാക്കുന്നത്. രാഷ്ട്രീയ ഇച്ഛാശക്തി എന്ന് പറയുന്നത് അതിനെയൊക്കെയാണ്. അന്നന്നത്തെ രാഷ്ട്രീയം പറഞ്ഞ് അന്നന്നത്തെ വോട്ട് നേടലല്ല, ഭാവിക്ക് വേണ്ടി കളമൊരുക്കലാണ് എന്ന് ബോധമുള്ള മനുഷ്യരാണ് മലയാളികളിൽ ഏറെയും. ആ ഭൂരിപക്ഷത്തിൽ ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്. സർ, കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു നിലമ്പൂർ തെരഞ്ഞെടുപ്പ് കേരളത്തിന് നൽകുന്നൊരു മെസ്സേജ് ഉണ്ട്. അല്ലെങ്കിൽ നിലമ്പൂർ ദിവസങ്ങൾ, ഈ തെരഞ്ഞെടുപ്പിന്റെ ദിവസങ്ങൾ ഒരു പൊതുപ്രവർത്തകൻ എങ്ങനെ ആയിരിക്കണം, ആയിരിക്കരുത് എന്നത് സ്വരാജിനെ ചൂണ്ടിക്കാട്ടി താങ്കൾ പറഞ്ഞിട്ടുണ്ട്. അത് ഒന്നുകൂടെ വ്യക്തമാക്കും. ഞാൻ അന്ന് ഉപയോഗിച്ച വാക്ക് സ്റ്റഡി ഇൻ സ്വരാജ് എന്നായിരുന്നു. അതായത് കഴിഞ്ഞ 12 ദിവസത്തിലേറെയായി സ്വരാജ് നിലമ്പൂർ ഇലക്ഷൻ പ്രചരണ രംഗവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു. സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടന്ന ദിവസം മുതൽ ഇങ്ങോട്ടേക്ക് ഇലക്ഷൻ പ്രഖ്യാപിച്ചിട്ട് 15-ലേറെ ദിവസങ്ങളുമായിരിക്കുന്നു. അപ്പോൾ UDF-ന്റെ സ്ഥാനാർത്ഥി തുടക്കം മുതൽ തന്നെ ആദ്യ ദിവസം തന്നെ UDF സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നു. സജീവമായിട്ട് മണ്ഡലത്തിൽ പ്രചരണം ആരംഭിക്കുന്നു. 3-4 ദിവസം വൈകി മാത്രമാണ് ഇടതുപക്ഷ മുന്നണിയുടെ സ്ഥാനാർത്ഥിക്ക് പ്രചരണം തുടങ്ങാൻ കഴിഞ്ഞത്. അപ്പോൾ ഈ ഒരു പോരായ്മയൊക്കെ ചൂണ്ടിക്കാണിക്കുന്ന മാധ്യമങ്ങളുടെ മുന്നിലാണ് ഇതൊരു പോരായ്മയല്ല എന്നും ഒരു മുന്നണിയുടെ കെട്ടുറപ്പ് കൊണ്ട് തന്നെ ദിവസങ്ങൾ കുറച്ച് വൈകിയാലും വരുന്ന സ്ഥാനാർത്ഥിയുടെ മികവ് കൊണ്ടുകൂടി അത് വളരെയധികം കേരളത്തിൽ ചർച്ചയാകുമെന്നും ആ ചർച്ചയാകുന്ന വിഷയങ്ങളിലെ മെറിറ്റ് കേരളത്തിലെ പൊതുസമൂഹത്തിന് മനസ്സിലാകുമെന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. ഉദാഹരണത്തിന് 2 ദിവസങ്ങൾക്ക് മുന്നേ ഒരു ദാരുണമായ ഒരു മരണം ഇവിടെ സംഭവിച്ചു.
ഒരു 10ാം ക്ലാസ്സുകാരൻ 15 വയസ്സുള്ള ഒരു പയ്യൻ വൈദ്യുതി ആഘാതമേറ്റ് മരണപ്പെടുകയുണ്ടായി. ആ വിഷയവുമായി ബന്ധപ്പെട്ട് അത് അനധികൃതമായി വൈദ്യുതി ലൈനിൽ നിന്ന് കമ്പി വലിച്ച് അത് തോട്ടിൽ വെള്ളത്തിലേക്ക് വൈദ്യുതി പ്രവഹിപ്പിക്കുന്ന രീതിയിൽ തോട്ടിൽ കുളിക്കാൻ ഇറങ്ങിയ കുട്ടികളാണ് അപകടത്തിനിരയായത്. അതിലൊരു കുട്ടിയാണ് മരണപ്പെട്ടത് എന്നുള്ളതാണ് വസ്തുത. അത് പന്നിയെ പിടിക്കാനാണ്, അയാൾ പന്നി മാംസം വ്യാപാരം ചെയ്യുന്ന ഒരാളാണ്, തോട്ടിൽ മീനിനെ പിടിക്കാനാണ്, അങ്ങനെ പല വാദങ്ങളും ആ സമയങ്ങളിൽ വരുമ്പോഴും കോൺഗ്രസ് അതിനെ മണിക്കൂറുകൾക്കുള്ളിൽ സർക്കാർ സ്പോൺസേർഡ് മർഡർ, സർക്കാർ സ്പോൺസേർഡ് കൊലപാതകം എന്ന് വരുത്തി തീർക്കുകയും KCB-യുമായി ചേർന്ന് ഗൂഢാലോചന നടത്തിയെന്ന് പറയുകയും ഈ നിലമ്പൂർ അങ്ങാടിയില് സ്ഥാനാർത്ഥി UDF സ്ഥാനാർത്ഥി വന്ന് കാണിച്ച നാടകങ്ങളൊക്കെ ജനം മുഴുവൻ കണ്ടതാണ്. തൊട്ട് പിറ്റേ ദിവസം അവർ ആ പഞ്ചായത്തിലെത്തിയപ്പോൾ അതേ ജനം തന്നെ അവരോട് പറഞ്ഞ വാചകങ്ങളുണ്ട്. നിങ്ങൾ എന്തിനാണ് ഇതിൽ മുതലെടുപ്പ് നടത്തുന്നത്? ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടത് ഒരു മകനാണ്, അതിനുള്ള കാരണങ്ങൾ ഇങ്ങനെയാണ്, ഈ പ്രദേശത്ത് ഇങ്ങനത്തെ ഒരു സാഹചര്യം ഉണ്ടായ അവസരത്തിൽ നിങ്ങൾ അതിനെ രാഷ്ട്രീയ അവസരമായി കണ്ടത് എന്തിനാണ് എന്നൊക്കെ ചോദിച്ചതിന്റെ മണിക്കൂറുകൾ കഴിഞ്ഞപ്പോഴാണ് കോൺഗ്രസിന് ബോധോദയം ഉണ്ടാവുന്നതും അവരത് തിരുത്തുന്നതും ഒക്കെ ചെയ്യുന്നത്. പക്ഷെ സ്വരാജ് വളരെ കൃത്യമായി എന്താണ് ഇവിടെ നടന്നിരിക്കുന്ന വലിയ തെറ്റ് എന്നും ആ തെറ്റിന്റെ കാരണക്കാരായവരെ കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള വഴികൾ പോലീസ് സംവിധാനം വളരെ കൃത്യമായി നടപ്പിലാക്കുമെന്നും മരണപ്പെട്ട കുടുംബത്തിലേക്ക് ആ കുട്ടി നഷ്ടപ്പെട്ട അച്ഛൻ്റെയും അമ്മയുടെ അടുത്തേക്ക് പോവുകയും ചെയ്യുക മാത്രമാണ് ഉണ്ടായത്. ഈ ഒരു വ്യത്യാസം, ഈ ഒരു കോൺട്രാസ്റ്റ് തന്നെയാണ് സ്വരാജിനെ വ്യത്യസ്തനാക്കുന്നത്. ഏതൊരു വിഷയത്തിലും സ്വരാജ് സംസാരിക്കുന്നത് വിഷയത്തിന്റെ മെറിറ്റിനനുസരിച്ചുള്ള വാദങ്ങൾ മാത്രമാണ്. വാദങ്ങൾ തനിക്ക് അനുകൂലമാക്കുന്നതിന് വേണ്ടി ഒന്നും പറയാറില്ല. അതിനെ വസ്തുനിഷ്ഠപരമായി, അതിനെ ഒബ്ജക്റ്റീവ് എന്നുള്ള വാക്കാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഒബ്ജക്റ്റീവായിട്ട് മാത്രമാണ് സ്വരാജ് സമീപിക്കാറുള്ളത്. അതിലൊരിക്കലും ഒരു സബ്ജക്റ്റിവിറ്റിയെ കടത്തിവിടാറില്ല. അത് നൽകുന്ന വലിയ കോൺഫിഡൻസ് തന്നെയാണ് സ്വരാജിന്റെ ശരീരഭാഷയിലും ക്യാമ്പയിനിലും ഒക്കെ നേടിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഇലക്ഷൻ കേരളത്തിൽ ഒരു സ്ഥാനാർത്ഥി എങ്ങനെയാകണം എന്നുള്ളതിനും എങ്ങനെയാകരുത് എന്നുള്ളതിനുമുള്ള 2 ഉദാഹരണങ്ങൾ മുന്നോട്ട് വെച്ചിരിക്കുകയാണ്. സ്ഥാനാർത്ഥി മത്സരിക്കുമ്പം എപ്പോഴും ഒരു അധ്യാപകനാണെങ്കിൽ ഒരു വിദ്യാർത്ഥികളൊക്കെ വന്ന് പ്രചാരണം നടത്താറുണ്ട്. സ്വരാജിനെ സംബന്ധിച്ചിടത്തോളം സ്വരാജിനെ പഠിപ്പിച്ച അധ്യാപകർ, അത് അപൂർവമായിട്ടുള്ള പഠിപ്പിച്ച അധ്യാപകരും ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നിട്ടുള്ള സഹപാഠികളെല്ലാവരും കക്ഷി രാഷ്ട്രീയമന്യേ എല്ലാവരും ഒഴുകിയെത്തിയിരിക്കുകയാണ് പ്രചരണത്തിന് വേണ്ടി. അത് എത്രത്തോളം ഒരു ഫീലിംഗ് ആണ്? ഞാൻ മനസ്സിലാക്കുന്നത് സ്വരാജ് തന്റെ പ്രൈമറി സ്കൂൾ കാലഘട്ടം മുതലുള്ള സുഹൃത്ത് ബന്ധങ്ങളെ ഭയങ്കരമായി വിലമതിക്കുന്ന ഒരാളാണ്. നമ്മൾ ഓരോരുത്തരും അങ്ങനെ തന്നെയാണ്. നമുക്കൊരു ക്ലോസ് നെറ്റ്വർക്ക് എല്ലായ്പ്പോഴും എല്ലാ ക്ലാസ്സിലും പഠിച്ച കുട്ടികളുമായിട്ടും സുഹൃത്തുക്കളുമായിട്ടും ഉണ്ടാവും. അധ്യാപകരുമായിട്ടും നമ്മളത് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നവർ തന്നെയാണ്, നാട്ടുമ്പുറങ്ങളിൽ നിന്നൊക്കെ പഠിച്ചു വന്ന ആരാണെങ്കിലും. അപ്പൊ അത് സ്വരാജ് വളരെ കൃത്യമായി കഴിഞ്ഞ എത്രയോ പതിറ്റാണ്ടുകളായി അങ്ങനെയായിരുന്നു ശീലിച്ചിരുന്നത് എന്നാണ് അവർ നൽകുന്ന പ്രതികരണങ്ങളിൽ നിന്ന്, ആ ഊഷ്മളതയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതൊരു കേവലം തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വേണ്ടി സ്വരാജ് വിളിച്ചതോ സ്വരാജിനെ തേടി വന്നവരോ അല്ല. എത്രയോ കാലങ്ങളായി ഈ ബന്ധം ഇങ്ങനെ അവര് ഊട്ടി ഉറപ്പിക്കുന്നുണ്ട്. ആ ഊട്ടി ഉറപ്പിക്കുന്ന ബന്ധത്തിൽ നിന്ന് അവർക്ക് തോന്നുന്നതാണ് സ്വരാജിന് വേണ്ടി ഇവിടെ വരണമെന്ന്. കുറെ പേര് ഈ പരിസരത്തുള്ളവരാണ്, കുറെ പേർ ദൂരെ നിന്ന് വന്നവരുണ്ട്. അപ്പോ അത് സ്വരാജ് ജയിക്കേണ്ടത് കേവലം സഹപാഠികൾ എന്നുള്ള രീതിയിലോ ഗുരുക്കന്മാർ എന്നുള്ള രീതിയിലോ അവരുടെ ഉത്തരവാദിത്തമായിട്ട് അവർ കാണുന്നു എന്നുള്ളത് മാത്രമല്ല, പകരം അവർക്കറിയുന്ന സ്വരാജിനെ ഈ നാടിന്റെ മുന്നിലേക്ക് പ്രസന്റ് ചെയ്യാനുള്ള ഒരു ശ്രമം കൂടിയാണ് അവർ നടത്തുന്നത്. അവർക്കാണ് സ്വരാജിനെ ഏറ്റവും നന്നായി അറിയുക എന്നുള്ള അവരുടെ കോൺഫിഡൻസ് ആണ് ജനങ്ങളിലേക്ക് എത്തിക്കാൻ അവർ ശ്രമിക്കുന്നത്. അത് വളരെ പോസിറ്റീവായിട്ട് ഇമ്പാക്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. സരിന് 12 ദിവസമായി നിലമ്പൂര് വന്നിട്ട് സരിന് താഴെ തട്ടി കിട്ടുന്ന ഒരു ഫീഡ്ബാക്ക് എന്താണ്? ശബ്ദമായിട്ടൊരു തരംഗം LDF-ന് അനുകൂലമായി, സ്വരാജിന് അനുകൂലമായി നിലമ്പൂരിലുണ്ട്. അത് വോട്ടായി കൂടി മാറണം. അപ്പോൾ ആളുകളുടെ മനസ്സിൽ ഏതെങ്കിലും തരത്തിൽ ആശങ്കയുണ്ടെങ്കിൽ അത് അഡ്രസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഉത്തരവാദിത്തം. അപ്പൊ അതുകൊണ്ട് തന്നെ താഴെത്തട്ടിൽ നിന്ന് കിട്ടുന്ന ഫീഡ്ബാക്കിൽ നമുക്ക് അത്തരം ആശങ്കകൾ ശ്രദ്ധയിൽപ്പെടുമ്പോൾ അത് ഇടപെടാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. ആളുകൾ തെറ്റിദ്ധരിക്കപ്പെട്ടത് കൊണ്ടാണ് പല മനസ്സുകളിലും ആശങ്ക ഉണ്ടായിരിക്കുന്നത്. ആ തെറ്റിദ്ധാരണകൾ നമുക്കെതിരെ നടത്തുന്ന അത്രയും വൃത്തികെട്ട ക്യാമ്പയിനുകൾ നടക്കുന്നുണ്ട്. പ്രാദേശിക വിഷയങ്ങൾ ചർച്ചയിലേക്ക് കൊണ്ടുവരാൻ തന്നെയാണ് LDF ആഗ്രഹിക്കുന്നത്. പ്രദേശങ്ങളുടെ വികസനങ്ങൾ ചേർന്ന് എങ്ങനെയാണ് ഒരു നാടിന്റെ വികസനമാകുന്നത്, ഒരു സംസ്ഥാനം എങ്ങനെയാണ് 10-25 കൊല്ലത്തേക്കുള്ള ഒരു റോഡ് മാപ്പ് ഉണ്ടാക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ മുന്നോട്ട് പോകാനുള്ള പാത ഉണ്ടാക്കുന്നത്. രാഷ്ട്രീയ ഇച്ഛാശക്തി എന്ന് പറയുന്നത് അതിനെയൊക്കെയാണ്. അന്നന്നത്തെ രാഷ്ട്രീയം പറഞ്ഞ് അന്നന്നത്തെ വോട്ട് നേടലല്ല, ഭാവിക്ക് വേണ്ടി കളമൊരുക്കലാണ് എന്ന് ബോധമുള്ള മനുഷ്യരാണ് മലയാളികളിൽ ഏറെയും. ആ ഭൂരിപക്ഷത്തിൽ ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്. റോട്ടിലൂടെ പോകുന്ന ഡോക്ടറെ നോക്കിയിരിക്കുകയാണ് ഇടതുപക്ഷം വേദനിപ്പിക്കുന്നുണ്ട്. ഇഷ്ടംപോലെ നമ്മളെ കൂടി ടാഗ് ചെയ്താണ് കാണുമ്പോൾ ദിവസങ്ങൾ മിന്നി മറയുന്നു.
എന്താണ് സരിൻ റോട്ടിലേക്ക് ഇറങ്ങാത്ത, ഇടതുപക്ഷം വല വിരിച്ച് കാത്തിരിക്കുക, അങ്ങനെയുള്ള പറയാനുള്ളവർ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ഞാൻ പറയുന്നത് രാഷ്ട്രീയം വ്യക്തിപരമല്ല എന്നുള്ളതാണ് എന്റെ ആദ്യത്തെ ഉത്തരം. വ്യക്തിപരമല്ലാത്തൊരു വിഷയത്തിൽ നമ്മളെ പറയുന്ന കാര്യങ്ങൾ, നമ്മൾ ഉയർത്തിയ നിലപാടുകൾക്ക് വ്യക്തിപരമായിട്ടുള്ള ടാർഗറ്റിംഗ് ആണെങ്കിൽ ആവട്ടെ എന്ന് വെക്കുകയാണ് നമുക്ക് ചെയ്യാനുള്ളത്. അതിനപ്പുറത്തേക്കൊന്നും അതിലൊന്നും പറയാനില്ല. ഒരു ബ്രാൻഡിങ് വരുത്താനുള്ള ശ്രമമാണല്ലോ, അത് നടക്കട്ടെ. ഞാൻ എങ്ങനെയാണ് ഒരു ലാഭേച്ഛയില്ലാതെ പൊതുപ്രവർത്തനം നടത്തേണ്ടത് എന്ന് ആലോചിക്കുന്ന ഒരു മനുഷ്യനാണ്. 32ാമത്തെ വയസ്സിൽ എൻ്റെ ഉദ്യോഗം, ഞാൻ എൻ്റെ ഡെപ്യൂട്ടി അക്കൗണ്ടന്റ് ജനറൽ പദവിയിൽ നിന്ന് ഇറങ്ങി വന്ന് സാധാരണക്കാർക്കിടയിൽ നിന്ന് രാഷ്ട്രീയ പ്രവർത്തനം നടത്തി തുടങ്ങിയത് നമുക്ക് നമ്മുടേതായ കാഴ്ചപ്പാടുള്ളത് കൊണ്ടാണ്. അത് കേവലം ഏതെങ്കിലും തരത്തിൽ ഒരു എന്താ പറയുക, ഒരു സെൽഫ് പ്രൊമോഷന് വേണ്ടി ഉപയോഗപ്പെടുത്താൻ അന്നും ഇന്നും ഒരു കാലത്ത് ശ്രമിച്ചിട്ടില്ല. പക്ഷെ ആളുകൾക്കിടയിൽ നിന്ന് പ്രവർത്തിച്ചാൽ ആ ആളുകൾ നമ്മളെ ഏറ്റെടുക്കും എന്നുള്ളത് മുൻ അനുഭവമാണ്, ഇപ്പോഴത്തെ അനുഭവമാണ്. ആ ഏറ്റെടുത്ത ആളുകൾ തന്നെയാണ് എന്നെ ഇപ്പൊ പഴി പറയുന്നത്. 8 കൊല്ലം കൊണ്ടു നടന്നവർ തന്നെയാണ്, കൊണ്ടു നടന്നത് നീയേ ചാപ്പ, കൊണ്ടുപോയി കൊല്ലിച്ചതും നീയേ എന്ന് പറഞ്ഞതുപോലെ അവർ തന്നെയാണ് എന്നെ ഇപ്പോൾ അധിക്ഷേപിച്ചുകൊണ്ടിരിക്കുന്നത്. ആ അധിക്ഷേപം അവർ നടത്താൻ അവർക്ക് അർഹതയുണ്ടെന്നുള്ള അവരുടെ വിശ്വാസമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരിൽ ഒരാളായി അവർ കണ്ടിരുന്ന ഒരാൾക്ക് ഉണ്ടായ രാഷ്ട്രീയ മാറ്റത്തിനും ആ രാഷ്ട്രീയ വിശദീകരണത്തിനും അവർ നിന്നു വരുന്നില്ല. അവർക്കത് വകവയ്ക്കാൻ മനസ്സില്ല. അവരാണ് ശരി എന്ന് അവർ വിശ്വസിക്കുന്നു. ആ ശരി അവർ ആവർത്തിച്ചു പറയാൻ ആ ആളുടെ രാഷ്ട്രീയ മാറ്റത്തെ കുത്തി പറയുന്നു. അത് എത്ര പരിധി ലംഘിച്ചാലും അവർക്ക് ശരിയെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അവർ ചെയ്യട്ടെ. പൊതുസമൂഹം ബാക്കി വിലയിരുത്തി. താങ്കളെ അത് താങ്കളെ എനിക്ക് തോന്നുന്നു 8 വർഷത്തോളമായി വിട്ടിട്ട് 2016 റിസൈൻ ചെയ്തു. 9 വർഷം കഴിഞ്ഞു. ഏതെങ്കിലും ഘട്ടത്തിൽ സാറിന് എടുത്ത തീരുമാനം തെറ്റായിരുന്നു, എനിക്ക് അവിടെയായിരുന്നെങ്കിൽ കുറച്ചുകൂടെ അങ്ങനെ തോന്നിയിട്ടുണ്ടോ? ഒന്ന് എന്റെ പ്രഷറോട് പറയും. ഏതെങ്കിലും ഘട്ടത്തിൽ അവിടെയാണെങ്കിൽ വലിയൊരു ശമ്പളം കൃത്യമായിട്ട് ചുമതലയിട്ടിട്ട കാറ് അങ്ങനെയൊക്കെയുള്ള ഏതെങ്കിലും ഒരു ഘട്ടത്തില് നമ്മുടെ ഈ ചിരി ചിലരുടെയൊക്കെ ഉള്ളുലയ്ക്കുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഞാൻ ഈ ചിരിച്ചുകൊണ്ടിരുന്നിട്ടും എന്നോട് ഇങ്ങനെ ചോദിക്കുമ്പോൾ അതിന്റെ അർത്ഥം, എന്റെ ചിരിയുടെ ആ അർത്ഥം മനസ്സിലാകാതെ പോകുന്നുള്ളതാണ് എന്റെ സംശയം. ഞാൻ സന്തുഷ്ടനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തൃപ്തികരമായ എന്തിനു വേണ്ടിയാണോ ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത് അതിൽ തൃപ്തി കണ്ടെത്തിക്കൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. അത് കേവലം ജോലിയുടെ സുരക്ഷിതത്വമോ അല്ലെങ്കിൽ സർക്കാർ ഉദ്യോഗസ്ഥന്റെ ഡിഗ്നിഫൈഡ് ആയിട്ടുള്ള ഒരു പവറോ ഒന്നും ആഗ്രഹിച്ചോ അല്ലെങ്കിൽ അത് അവിടെ തുടർന്നാൽ കിട്ടുമായിരുന്ന ലാഭങ്ങളെ പറ്റി ഒന്നും നമുക്ക് ഒരു തരത്തിലും നമ്മളതിനെ പറ്റി പുനരാലോചന നടത്തിയിട്ട് പോലുമില്ല. റിഗ്രറ്റ് എന്ന് പറയുന്നത് അങ്ങനെ ആലോചിക്കുമ്പോൾ ഉണ്ടാകേണ്ടതാണ്. നമ്മൾ വളരെ ഹാപ്പിയാണ്. കാരണം നമ്മൾ എന്തിനാണ് അവിടെ ഉപേക്ഷിച്ചത് എന്നും ആ ഉപേക്ഷിക്കൽ ഒരു വഴിമാറി നടക്കൽ മാത്രമാണ്. അവിടുത്തെ അനുഭവങ്ങളും അവിടുത്തെ 6 വർഷത്തെ ജീവിതവും ഒക്കെ നമ്മളെ കരുത്തനാക്കിയിട്ടുണ്ട് പലതരത്തിലും. കുറെ ഗവൺമെന്റൽ ആയിട്ടുള്ള രീതികൾ എന്താണെന്ന് മനസ്സിലാക്കാൻ, ബ്യൂറോക്രാറ്റിക് ആയിട്ടുള്ള വഴികൾ എന്താണെന്ന് മനസ്സിലാക്കാനൊക്കെ നമ്മളെ സഹായിച്ചിട്ടുണ്ട്. അതുകൂടി നൽകുന്നതാണ് നമ്മുടെ രാഷ്ട്രീയ അടിത്തറ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ഒരു പഠനവും വെറുതെ അല്ല, ഒരു സമയവും നമ്മൾ ഒരു സ്ഥലത്തും ചെലവാക്കിയതും വെറുതെ അല്ല. അവിടെ നിന്നുള്ള അനുഭവങ്ങളെ നമ്മൾ കൂടെ കൊണ്ടുപോകാൻ തീർച്ചയായും അങ്ങനെയാണ് നമ്മൾ ഇതുവരെയും മുന്നോട്ട് പോയത്. ദാമ്പത്യത്തിലെ ഒരാൾക്ക് അസ്വീകാര്യമായിട്ടുള്ള ഒരു വഴികളിൽ നമ്മൾ ചർച്ചയില്ലാതെ തന്നെത്താനെ ഒരു തീരുമാനം എടുക്കുന്നതിൽ അപ്രായോഗികതയുണ്ട്. പരസ്പരം കൂട്ടുത്തരവാദിത്വമാണ് ദാമ്പത്യം എന്ന് പറയുന്നത്. ആ കളക്റ്റീവ് ഉത്തരവാദിത്വം ഷെയർ ചെയ്യപ്പെട്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. നേരത്തെ പറഞ്ഞു, ഇടതുപക്ഷത്തിന്റെ സമരഭൂവിലും വേദികളിലൊക്കെ താങ്കളെ കാണുന്നു. അതിന് പുറമെ ഇപ്പൊ ഞാൻ തന്നെ ചേലക്കരയിൽ കണ്ടിരുന്നു ശാസ്ത്ര സാഹിത്യ ഇതിന്. അതുപോലെ ഒരു വിശാല ഇടതുപക്ഷ മനസ്സുമായി മുന്നോട്ട് ആ പ്രവർത്തനങ്ങളിലെ മുന്നോട്ട് എത്രത്തോളം അത് ആ ലൈഫിൽ എന്താ പറയുക, ഒരു ഇടതുപക്ഷക്കാരന്റെ ലൈഫിലേക്ക് എത്രത്തോളം സംതൃപ്തി ഉണ്ടാക്കുന്ന രാഷ്ട്രീയം എന്നുള്ളതിന്റെ എന്റെ ഒരു ഡെഫിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഭിപ്രായ രൂപീകരണം എന്നാണ്. ഒപ്പീനിയൻ ഫോർമേഷൻ. എല്ലാ തട്ടിലുള്ള മനുഷ്യരുമായും അവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പൊതു അഭിപ്രായം രൂപപ്പെടുത്തിയെടുത്ത് അത് ഏത് ദിശയിലേക്കാണ് പോകേണ്ടത് എന്നുള്ളത് ചൂണ്ടിക്കാണിച്ചു കൊടുക്കുന്ന ഒരാളാണ് രാഷ്ട്രീയക്കാരൻ. ആ രീതിയിലേക്ക് നോക്കുമ്പോൾ ആ പലതരത്തിൽ അഭിപ്രായമുള്ള മനുഷ്യരെ, ചിതറിക്കിടക്കുന്ന ആളുകളെ, അവർക്ക് ഏത് തരത്തിലുള്ള കാര്യങ്ങൾ പറയുമ്പോഴാണോ ഈ ശരികളെയാണല്ലോ ഞാനും നെഞ്ചേറ്റേണ്ടത് എന്നുള്ള തോന്നൽ ഉണ്ടാക്കുന്നത്, ആ ശരികളുമായി അവരെ സമീപിക്കുക, അവരുമായി സംവാദത്തിൽ ഏർപ്പെടുക, അവരോട് തർക്കിക്കണമെങ്കിൽ തർക്കിക്കുക, പക്ഷെ അത് ന്യായമായി തന്നെ ചെയ്യാൻ നമുക്ക് സാധിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞത് വസ്തുനിഷ്ഠമായി അവരോട് കാര്യങ്ങൾ പറയാം. സാധാരണക്കാരന്റെ പ്രശ്നങ്ങൾ അവനത് എങ്ങനെയാണോ അനുഭവിക്കുന്നത് ആ അനുഭവത്തിന്റെ പശ്ചാത്തലത്തിൽ അവരോട് അഡ്രസ് ചെയ്യാൻ ശ്രമിക്കുക. അല്ലാതെ നമ്മൾ വേറെ ഡിറ്റാച്ച്ഡായി നിന്നുള്ള ഒരു പ്രയോഗം കൊണ്ട് അവിടെ കാര്യമില്ല. അപ്പൊ രാഷ്ട്രീയം ഒരേ സമയം പ്രാക്ടിക്കലും തിയറിയും കൂടിയാണ്. തിയറിയെ വളരെ കൃത്യമായി അഡ്രസ് ചെയ്യുന്ന ഒരു വിഭാഗമാണ് ഇടതുപക്ഷം എന്ന് പറയുന്നത്.
എന്തിനു വേണ്ടിയാണ് നമ്മൾ അഭിപ്രായം ഉണ്ടാക്കിയെടുക്കുന്നത് എന്നുള്ള ചോദ്യം ആദ്യം ഇടതുപക്ഷം അപ്പൊ ഇനിയും തുടരും. പിന്നെ അല്ലാതെ അതിൽ തർക്കമില്ലാത്ത വിധത്തിൽ തന്നെ ആളുകളുടെ വിവിധ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടും വിവിധ വേദികളുമായി ബന്ധപ്പെട്ടും നമ്മൾ ഇഴുകി ചേർന്ന് തന്നെ നിൽക്കും. പോലെ തന്നെ ഒരുപാട് വായിക്കുക എഴുതുകയും ചെയ്യുന്നുള്ള സ്വരാജ് ആയിട്ട് ഒരു സൗഹൃദം ഉണ്ടാക്കിയിട്ടുണ്ടോ? ഞാൻ 8 മാസത്തെ പരിചയമാണല്ലോ സ്വരാജുമായിട്ട്. ആയിട്ടില്ല. സ്വരാജ് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അവിടെ ഉണ്ടായിരുന്നു. പ്രായത്തിൽ എന്നേക്കാൾ 3 വയസ്സോ 4 വയസ്സോ മുതിർന്നതാണ് സ്വരാജ് എന്നാണ് എൻ്റെ ഒരു ഊഹം. 45 എന്റെ സ്വരാജിനെന്ന് തോന്നുന്നു. 2 വയസ്സോ 3 വയസ്സോ മുതിർന്നതാണ്. അപ്പോൾ എപ്പോഴും വളരെ കൃത്യമായി നമ്മളോടൊക്കെ കാണുമ്പോഴും പരിചയം ആദ്യം ഉണ്ടാക്കിയപ്പോഴും അല്ലാതെയും ഒക്കെ കൃത്യമായ ഒരു വാംത്ത്, നമ്മളതിനെ ഊഷ്മളത എന്ന് പറയും, അത് ഉള്ള ഒരാളാണ്, നിലനിർത്തുന്ന ഒരാളാണ്. ഇപ്പൊ ഈ ഇലക്ഷൻ പ്രചരണത്തിന്റെ ഇടയിലും നമ്മൾ 1-2 സജഷൻസ് പറയുന്ന സമയത്ത് നമ്മൾ ചില കാര്യങ്ങളുമായി സ്വരാജിനെ സമീപിക്കുമ്പോൾ വളരെ ഓപ്പൺ ആയിട്ട് സ്വരാജ് അത് ഉൾക്കൊള്ളുകയും എന്തുകൊണ്ട് വേണം എന്തുകൊണ്ട് വേണ്ട എന്ന് സ്വരാജിന്റെ അഭിപ്രായം പറയുകയും, സ്വരാജ് പുസ്തകങ്ങൾ എഴുതി അതുപോലെ താങ്കളുടെ അടുത്തൊരു മടിയുള്ള പല കാര്യങ്ങളും ഉണ്ട്, അതുകൊണ്ടൊക്കെ പലതും സംഭവിക്കാതെ പോകുന്നു. എഴുതേണ്ട ഒന്നാണ്, എഴുതി പോകേണ്ട ഒന്നാണ് എന്ന് നമുക്ക് പിന്നെ പിടിച്ചു നിർത്താൻ പറ്റാത്തൊരു കാര്യം വരുമ്പോൾ നമ്മളിരുന്ന് എഴുതുമായിരിക്കും. പൊതുപ്രവർത്തകർ എങ്ങനെ ആയിരിക്കണം, എന്ത് സംസാരിക്കണം, എന്ത് സംസാരിക്കരുത്, ഇത്രയും തിരക്കിനിടയിൽ എന്നോട് സംസാരിച്ച് വളരെ സന്തോഷമുണ്ട്. ഇനിയിപ്പം ഈ ആവേശം, താങ്കൾ ട്രെയിനിൽ വന്ന ആവേശമൊക്കെ ഞാൻ കണ്ടിരുന്നു. എനിക്ക് സ്വരാജ് വന്നിട്ട് ട്രെയിനിലാണെന്ന് എനിക്ക് സംശയമുണ്ട്. ഈ ആവേശത്തോടു കൂടി തന്നെ കൗണ്ടിങ് കഴിയുമ്പോഴും ഡോക്ടർ സരിനെ നിലമ്പൂരിന് കാണാൻ പറ്റും. 23-ാം തീയതി എന്തായാലും ഇടതുപക്ഷ പ്രവർത്തകർ നിലമ്പൂരിൽ ഉണ്ടാകും, അതിലൊരു തർക്കമില്ല പുറമേ നിന്നുള്ളവരും. കാരണം ഞങ്ങൾ പ്രതീക്ഷിക്കുന്ന, ജനങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന റിസൾട്ടും ഇടതുപക്ഷത്തിന് അനുകൂലമാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ 23-ാം തീയതി ആഘോഷമാക്കുന്നതിന് വേണ്ടി നിലമ്പൂർ ഉണ്ടാവുക എന്നുള്ളത് ഇവിടെ പണിയെടുത്ത ഓരോ ഇടതുപക്ഷക്കാരന്റെയും അവകാശം കൂടിയാണ്. അപ്പൊ നമ്മളൊക്കെ ഇവിടെ ഉണ്ടാവും 23-ാം തീയതി. വീണ്ടും കാണാം. താങ്ക് യു.